ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ത്രിപുരസുന്ദരിയൈ നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 110 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 110 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 541 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾക്ക് 111 മുതൽ 115 വരെയുള്ള നാമങ്ങൾ പഠിക്കണം, ശ്ലോകങ്ങൾ പഠിക്കണം. ഓരോ ശ്ലോകത്തിലും ഉള്ള നാമങ്ങൾ, ഓരോ നാമങ്ങൾ എടുത്ത് പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ശ്ലോകം 111 മുതൽ 115 വരെയുള്ളത് ഒന്ന് വായിക്കാം. എന്നിട്ട് ഓരോ ശ്ലോകം എടുത്തിട്ട് ഓരോ നാമം എടുത്ത് അർത്ഥം നോക്കാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോചനീ ബർബരാളക വിമർശരൂപിണീ വിദ്യ വിയദാദിജഗൽപ്രസൂഹോ സർവവ്യാധിപ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യാചിന്യരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷനിഷേവിത താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്താ ഭക്തനിധി നിയന്ത്രി നിഖിലേശ്വരി മൈത്ര്യാദിവാസനാ ലഭ്യ മഹാപ്രളയസാക്ഷിണി. ഇനി നമ്മൾക്ക് ഓരോ ശ്ലോകങ്ങളെടുത്ത് അതിലെ നാമങ്ങൾ. ആദ്യത്തെ ശ്ലോകം പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോചനി ബർബരാളക. 6 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. 6 നാമങ്ങൾ ഒന്നും കൂടി പറയാം. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോചനി ബർബരാളക. ആദ്യത്തെ നാമം മുതൽ നോക്കാം. പുണ്യകീർത്തി, പുണ്യ ആത്മാക്കളാൽ സ്തുതിക്കപ്പെടുന്നവൾ, അല്ലെങ്കിൽ പുണ്യം തരുന്നവൾ എന്നൊക്കെ അർത്ഥം. ദേവിയുടെ കീർത്തി എല്ലാത്തിനെയും പൗത്രീകരിക്കുന്നു. അതുകൊണ്ട് പുണ്യകീർത്തി എന്ന് ദേവിക്ക് പേര്. പുണ്യം തരുന്നവളെന്നും പുണ്യ ആത്മാക്കളാൽ സ്തുതിക്കപ്പെടുന്നവളെന്നും ഒക്കെ അർത്ഥം. അടുത്ത നാമം പുണ്യലഭ്യ. പുണ്യം പൂർവജന്മത്തിൽ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ദേവിയെ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? ദേവിയെ നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദേവിയെ പ്രാപിക്കാൻ വേണ്ടി മുജ്ജന്മ സുഹൃതം വേണം. പുണ്യം ലഭിക്കണം. പുണ്യമുള്ള ദേഹത്തിനെ ദേവിയെ ആരാധിക്കാനും കീർത്തിക്കാനും സ്തുതിക്കാനും ദേവിയെപ്പറ്റി പറയാനുമുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പം എത്രയോ ആൾക്കാർ ദേവി മാഹാത്മ്യം, ദേവിയെ സംബന്ധിച്ച കീർത്തനങ്ങൾ, ദേവി ഭാഗവതം, ലളിതാ സഹസ്രമൊക്കെ മേടിച്ച് വെച്ചിട്ട് ചൊല്ലാൻ പറ്റാതെ, അതായത് അവർക്ക് സമയമായിട്ടില്ല, ആ മുജ്ജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും പാപങ്ങളുണ്ട്, പുണ്യമില്ല. അപ്പോൾ ആ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഇതൊക്കെ പഠിക്കാനും ദേവിയുമായിട്ടും സംവദിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ.
അപ്പോൾ അതിനൊക്കെ ഒരു യോഗം വേണം എന്ന് പറയും പഴയ ആൾക്കാർ. അപ്പോൾ പുണ്യലഭ്യ, പൂർവ്വജന്മത്തിൽ പുണ്യങ്ങളാൽ ലഭിക്കപ്പെടുന്നവളാണ്. ആ പൂർവ്വജന്മത്തിലുള്ള പുണ്യം അതുകൊണ്ട് ലഭിക്കപ്പെടുന്നു. അപ്പം പുണ്യം ചെയ്തവർക്ക് മാത്രമേ ദേവിയെ ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. അടുത്ത ദേവിയെ ലഭിക്കുക എന്ന് പറഞ്ഞാലോ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക. അടുത്ത നാമം പുണ്യശ്രവണ കീർത്തന. പുണ്യങ്ങളായ ദേവിയുടെ കീർത്തനങ്ങളും ദേവീ സ്തുതികളും ലളിതാ സഹസ്രനാമവും ലളിതാ മാഹാത്മ്യവും ദേവീ ഭാഗവതവും ഒക്കെ കീർത്തിക്കാൻ ആ പുണ്യങ്ങളായ ശ്രവണ കീർത്തനങ്ങൾ എല്ലാം അത് ദേവി തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ദേവീ കീർത്തനങ്ങൾ ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്താൽ അത് ദേവിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പുണ്യങ്ങളായ ശ്രവണ കീർത്തനങ്ങളോട് കൂടിയവൾ ദേവിയെ കീർത്തിക്കുന്നത്, ആ കീർത്തിയൊക്കെ അത് ദേവിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ദേവി തന്നെയാണ്. ആ ദേവി ഭാഗവതവും ലളിതാ സഹസ്രനാമവും ദേവി മാഹാത്മ്യവും ഒക്കെ ദേവി തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ പുണ്യശ്രവണ കീർത്തന, സുപുണ്യങ്ങളായ ശ്രവണ കീർത്തനങ്ങളോട് കൂടിയവൾ. ശ്രവണം എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക, കേൾക്കുക. കീർത്തനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്തുതിക്കുകയും സ്തുതികൾ കേൾക്കുകയും അത് ദേവിയിൽ നമ്മൾ അർച്ചിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മളുടെ പുണ്യം മുഴുവൻ കിട്ടുന്നത്. അപ്പോൾ പുണ്യശ്രവണ കീർത്തന, പുണ്യങ്ങളായ ശ്രവണ കീർത്തനങ്ങളോട് കൂടിയവൾ. അടുത്ത നാമം പുലോമജ അർച്ചിത. പുലോമജ ഇന്ദ്രൻ്റെ പത്നിയാണ്. ഇന്ദ്രപത്നിയായ പുലോമജ. പുലോമജയ്ക്ക് വേറൊരു പേര് കൂടിയുണ്ട് ഇന്ദ്രപത്നിക്ക്, ശചീദേവി എന്നുമുണ്ട്. അപ്പോൾ ഈ ശചീദേവിയാൽ അല്ലെങ്കിൽ പുലോമജയാൽ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. അപ്പോൾ പുലോമജ ദേവിയാൽ അർച്ചിക്കപ്പെടുന്നവൾ. പണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ വധിച്ചപ്പോൾ ബ്രഹ്മഹത്യ പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ദേവിയെ ഭജിച്ചു, ദേവിയെ സ്തുതിച്ചു. അപ്പോൾ ദേവിയുടെ പൂജകൾ ചെയ്ത് ദേവിയെ തൃപ്തിപ്പെടുത്തി. അങ്ങനെയാണ് ബ്രഹ്മഹത്യ പാപത്തിൽ നിന്ന് ഇന്ദ്രൻ മുക്തി നേടിയത്. അപ്പോൾ ആ പുലോമജ ദേവിയാണ്, ഇന്ദ്രൻ്റെ പത്നിയാണ് ദേവിയെ അർച്ചിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ശചീദേവിയാൽ അർച്ചിക്കപ്പെട്ടവൾ, പുലോമജ ദേവിയാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നർത്ഥം. അർച്ചിക്കപ്പെട്ടവൾ എന്നും പറയാം. അപ്പം അടുത്ത നാമം ബന്ധമോചനി. ബന്ധം, നമ്മൾക്കൊക്കെ അച്ഛൻ, അമ്മ, അമ്മാവൻ, ബന്ധുക്കൾ, കൂട്ടുകാർ, സ്നേഹിതർ, അതുപോലെ തന്നെ മക്കൾ, അമ്മാവന്മാർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ബന്ധുക്കളില്ലേ, സംസാര ബന്ധം എന്ന് പറയും അതിനെ. അപ്പോൾ സംസാര ബന്ധനങ്ങളിൽ നിന്നും ദേവി മോചിതയാണ്. ദേവി അതൊന്നും ബാധിക്കുന്നില്ല. സംസാര ബന്ധങ്ങളിൽ നിന്നെല്ലാം മോചിതയായവൾ എന്നർത്ഥം. അതുപോലെ മറ്റ് കാരാഗ്രഹങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബന്ധനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ദേവിയെ അതൊന്നും ബാധിക്കുന്നില്ല. കാരണം ദേവി ജനിക്കുന്ന ജന്മമെടുത്തവർക്ക് മാത്രമേ, ജനനവും മരണവും ഉള്ളവർക്കേ സംസാര ബന്ധമൊക്കെ ഉള്ളൂ. ദേവിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല, ദേവിയെ ബാധിക്കുന്നില്ല. അപ്പം ബന്ധങ്ങളിൽ നിന്നെല്ലാം സംസാര ബന്ധനങ്ങളിൽ നിന്നും മോചിതയാണ് ദേവി എന്നർത്ഥം. അതുകൊണ്ട് ദേവിക്ക് ബന്ധമോചനി. അടുത്ത നാമം ബർബര അളക. അളകം തലമുടിയാണ്, ബർബരം കട്ടിയുള്ളതും ചുരുണ്ടതുമായ. അപ്പം നല്ല മനോഹരമായ ചുരുണ്ടതും കട്ടിയുള്ളതുമായ തലമുടിയോടുകൂടിയവൾ എന്ന് ബർബരാളക. ഇനി ചില പുസ്തകങ്ങളിൽ ബന്ധുരാളക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാഠഭേദ, എന്നാലും മനോഹരങ്ങളായ തലമുടിയോടുകൂടിയവൾ എന്ന് എടുക്കാം. അപ്പോൾ ഈ ശ്ലോകം പുണ്യകീർത്തി പുണ്യലഭ്യ, പുണ്യകീർത്തി പുണ്യം തരുന്നവൾ, പുണ്യ ആത്മാക്കളാൽ കീർത്തിക്കപ്പെടുന്നവൾ, പുണ്യലഭ്യ പൂർവ്വജന്മത്തെ പുണ്യങ്ങളാൽ ലഭിക്കപ്പെടുന്നവൾ, പുണ്യശ്രവണ കീർത്തന പുണ്യങ്ങളായ ശ്രവണ കീർത്തനങ്ങളോടുകൂടിയവൾ, പുലോമജ അർച്ചിത
പുലോമജാദേവിയാൽ അർച്ചിക്കപ്പെടുന്നവൾ, ബന്ധമോചനി സംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചിതയായവൾ, ബർബരാളക മനോഹരമായ ചുരുണ്ട മുടിയോടുകൂടിയവൾ. അപ്പം ഈ ശ്ലോകം പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധമോചനി ബർബരാളകാം. അടുത്ത ശ്ലോകം വിമർശരൂപിണി വിദ്യ വിയദാദിജഗൽപ്രസൂഹോ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി. ഇതിൽ 5 നാമങ്ങളാണുള്ളത്. വിമർശരൂപിണി വിദ്യ വിയദാദിജഗൽപ്രസൂഹോ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി. ആദ്യത്തെ നാമം വിമർശരൂപിണി. വിമർശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതിഫലിക്കുക, സ്ഫുരിക്കുക, സ്ഫൂർത്തി, അതായത് ഉള്ളിലുള്ളത് പുറത്തേക്ക് പ്രകാശിക്കുന്നതിനെയാണ് ഈ പ്രതിഫലനം, സ്ഫുരണം, സ്ഫൂർത്തി എന്നൊക്കെ പറയുന്ന പ്രകാശം. അപ്പോൾ ഇതെല്ലാം ഈ പ്രകാശത്തിൻ്റെ പ്രതിഫലനമൊക്കെ ഉള്ളവൾ, അതായത് ഉള്ളിലുള്ളത് പുറത്തേക്ക് പ്രകാശിക്കുക, അതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിഫലനം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ വിമർശനം എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥവും കൂടിയുണ്ട്, ഉരച്ചു നോക്കുക. അപ്പം നമ്മൾ സ്വർണം കൊണ്ടുപോയി കടയിൽ വിൽക്കാൻ ചെല്ലുവാണെങ്കിൽ ആ സ്വർണം അവരുടെ ഉരകല്ലിൽ ഉരച്ചു നോക്കും, അതിന് എത്ര മാറ്റമുണ്ട്, എന്താണ്, എങ്ങനെയാണ്, പ്യുവർ സ്വർണ്ണമാണോ എന്ന്. അതുപോലെ ദേവി നമ്മളുടെ ബുദ്ധിയെയൊക്കെ ഉരച്ചു നോക്കി നമ്മൾക്ക് വേണ്ടപ്പെട്ട ബുദ്ധിയെ ഉപദേശിച്ചു തരുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ശക്തി ആരാണ്? ദേവിയാണ്. അപ്പോൾ അതുകൊണ്ട് ദേവി എല്ലാം വിമർശിച്ച് നോക്കിയിട്ട്, ഉരച്ച് നോക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. അപ്പം ബുദ്ധിയെയും ആ ബുദ്ധിയുടെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ ഉരച്ചു നോക്കുന്നത് കൊണ്ട് ദേവിക്ക് വിമർശരൂപിണി എന്ന് പേര്. 2 അർത്ഥം അല്ലേ? ബ്രഹ്മത്തിൻ്റെ സത്തും ചിത്തും ശിവനും ദേവിയുമാണ്. സത്ത് ശിവനും ചിത്ത് ദേവിയാകുന്നു. അപ്പം അതിൻ്റെയൊക്കെ അസ്തിത്വം, ആ ഉണ്മ, അത് ശിവൻ, അത് സദ്ഭാവം. പിന്നെ ശക്തി, അത് ദേവി, ചിത്ഭാവം. അപ്പം ചിത്തും സത്തും ശിവനും ദേവിയുമാകുന്നു. വാക്കും അർത്ഥവും പോലെ, ഒരു വാക്കും അതിൻ്റെ അർത്ഥവും പോലെ ചേർന്നിരിക്കുന്ന എന്ന് കാളിദാസൻ സ്തുതിച്ചിട്ടുണ്ട് ദേവിയെ. അപ്പം വിമർശരൂപിണി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പ്രതിഫലനം, അതായത് ബ്രഹ്മത്തിൻ്റെ സത്തും ചിത്തും ദേവിയാകുന്നു. അതുപോലെ അർത്ഥവും വാക്കും പോലെ ചേർന്നിരിക്കുന്നവൾ, അതായത് ശിവനും ശക്തിയും അല്ലേ? ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതം സൗന്ദര്യലഹരിയിൽ ആദ്യത്തെ ശ്ലോകം. അപ്പം വിമർശരൂപിണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉരച്ചു നോക്കുക എന്നർത്ഥം. നമ്മളുടെ ബുദ്ധിയെ ഉരച്ചു നോക്കി അതിൽ നിന്ന് ദേവി ആശയത്തെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് വിമർശരൂപിണി എന്ന് പേര്. 2 അർത്ഥം. ഇനി അടുത്ത നാമം വിദ്യ. വിദ്യ എന്ന് പറഞ്ഞാലോ ജ്ഞാനസ്വരൂപിണി, ജ്ഞാനം, അറിവ്. അപ്പോൾ പരാവിദ്യ എന്നും മോക്ഷവിദ്യ എന്നും ഒക്കെ വിദ്യകളെ പറയും. ഇനി മറ്റുള്ള വിദ്യകളെല്ലാം അവിദ്യകളാണ്. ശരിക്കുള്ള വിദ്യ ഏതൊക്കെയാണ്? ഈ ബ്രഹ്മവിദ്യ, രാജവിദ്യ എന്നൊക്കെ പറയുന്നത്. അപ്പം പരാവിദ്യ, മോക്ഷവിദ്യ, മറ്റുള്ള വിദ്യകളൊക്കെ അവിദ്യ എന്ന് പറഞ്ഞു. അപ്പോൾ വേദങ്ങൾ കാണാതെ പഠിച്ച് വയറ്റിപ്പഴപ്പിന് ഉപയോഗിച്ചാൽ അത് അപരാവിദ്യയാണ്. അത് ആധ്യാത്മികത്തിൽ പഠിക്കുന്നതിൽ നിന്ന് അതൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് അനുഭവിക്കുക, അത് ആ വിദ്യ അപരാവിദ്യ, അത് ആധ്യാത്മികമല്ല. ഇനി ആധ്യാത്മികത്തിൽ പഠിക്കുന്നതിൽ നിന്ന് കിട്ടുന്നത് അനുഭവിക്കുന്ന ആ സ്വരൂപത്തെയാണ്. അത് ആ സ്വരൂപത്തെ പ്രകാശിപ്പിച്ച് പരിമിതികളിൽ നിന്ന് മോചിപ്പിക്കുന്നുവെങ്കിൽ അത് ശരിക്കുള്ള വിദ്യ, ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ രാജവിദ്യ. അപ്പം ജ്ഞാനസ്വരൂപിണി എന്നൊറ്റ വാക്കിലർത്ഥം. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും
വിദ്യ എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥം. അപ്പം ലോകത്തുള്ള എല്ലാ അറിവും ദേവി തന്നെയാണ്. അപ്പം ജ്ഞാനസ്വരൂപിണിയാണ് ദേവി എന്നർത്ഥം. അടുത്ത നാമം വിയതാദി ജഗത് പ്രസുഹു. വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം, വിയത ആദി എന്ന് പറഞ്ഞാൽ ആകാശം മുതലായ. ആ മുതലായവ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ബാക്കി നമ്മുടെ എന്താണ് പഞ്ചഭൂതങ്ങളിൽ ബാക്കിയൊക്കെ ആകാശം മുതലായവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആകാശാദി ജഗത്തിനെ പ്രസവിച്ചവൾ എന്ന് ശരിക്കർത്ഥം. വിയതാദി ജഗത് പ്രസൂഹു. പ്രസൂഹു എന്ന് പറഞ്ഞാൽ പ്രസവിച്ചവൾ എന്നർത്ഥം. അപ്പം ആകാശാദി ജഗത്തിനെ പ്രസവിച്ചവൾ എന്ന് അർത്ഥം. ആകാശത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് ജലം ഉണ്ടായി, ജലത്തിൽ നിന്ന് പൃഥ്വി ഉണ്ടായി, പൃഥ്വിയിൽ നിന്ന് നമ്മളെല്ലാം ഉണ്ടായി അല്ലേ, എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി. അപ്പം ആദ്യമുണ്ടായിരുന്ന ആത്മാ അത് ദേവിയാണ്. അപ്പം ആദ്യം അത് മാത്രമേ ഉണ്ടായുള്ളൂ, പിന്നെ ഉണ്ടായതാണ് എല്ലാം. അപ്പം വിയതാദി ജഗൽപ്രസൂഹു. വിയത്ത് മുതൽ ആകാശം മുതലായ പഞ്ചഭൂതങ്ങളെ പ്രസവിച്ചവളാണ് ദേവി. അതുകൊണ്ട് വേദാദി ജഗൽപ്രസൂഹു എന്ന് പേര്. അടുത്ത നാമം സർവവ്യാധി പ്രശമനി. വിയത്പ്രസൂഹു എന്നുണ്ട്. ജഗത്തിനെ മുഴുവൻ ബഹുവചനവും കൂടിയാണ്. അപ്പം പ്രസൂഹു സർവവ്യാധി പ്രശമനി. സർവവ്യാധികളെയും ആദിവ്യാധികളൊക്കെ എല്ലാ രോഗങ്ങളെയും പ്രകർഷേണ ശമിപ്പിക്കുന്നവൾ. പ്രശമനി. പ്രശമനി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ, ശമനി എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുന്നവൾ. അപ്പം എല്ലാ ആദിവ്യാധികളെയും രോഗങ്ങളെയും ശമിപ്പിക്കുന്നവൾ ദേവി. അപ്പം ദേവിയെ ഭജിച്ചാൽ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ ആദിവ്യാധിയൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദേവിക്ക് സർവവ്യാധി പ്രശമനി എന്ന് പേര്. അടുത്ത നാമം സർവമൃത്യു നിവാരിണി. എല്ലാ മൃത്യു എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്. ഒന്ന് അകാല മൃത്യുവും ഒന്ന് കാലമൃത്യുവും. കാലമൃത്യു എന്ന് പറഞ്ഞാൽ വയസ്സായി എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് മരിക്കുന്നതിനെ കാലമൃത്യു എന്ന് പറയും. അകാല മൃത്യു എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റൊക്കെ ഉണ്ടായി, വണ്ടി അപകടം, സുനാമി, മണ്ണിടിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടായി മരിക്കുന്നതിനെ അകാല മൃത്യു. അതായത് അവർക്ക് കാലമായിട്ടില്ല എന്നിട്ട് അവർ മരണപ്പെട്ടു, അതിനെ അകാല മൃത്യു എന്ന് പറയുന്നു. ഇതിനെയൊക്കെ നിവാരണം ചെയ്യുന്നത്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതും ഇല്ലാതെയാക്കുന്നതും ദേവി തന്നെയാണ് എന്നർത്ഥം. സർവമൃത്യു നിവാരിണി. എല്ലാ മൃത്യുവിനെയും അകാല മൃത്യുവിനെയും ഒക്കെ നിവാരണം ചെയ്യുന്നവൾ, ഇല്ലാതെയാക്കുന്നവൾ എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകത്തിൽ വിമർശരൂപിണി, പ്രകാശത്തിൻ്റെ പ്രതിഫലനം പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നവൾ, വിദ്യ ജ്ഞാനസ്വരൂപിണി, വേദാദി ജഗൽപ്രസു ആകാശാദി ജഗത്തിനെ പ്രസവിച്ചവൾ, സർവവ്യാധി പ്രശമനി എല്ലാ രോഗങ്ങളെയും പ്രകർഷേണ ശമിപ്പിക്കുന്നവൾ, സർവമൃത്യു നിവാരിണി എല്ലാ മൃത്യുവിനെയും ശമിപ്പിക്കുന്ന നിവാരണം ചെയ്യുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പം ഈ ശ്ലോകം വിമർശരൂപിണി വിദ്യ വിയദാദി ജഗൽപ്രസൂഹോ സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി. അടുത്ത ശ്ലോകം അഗ്രഗണ്യാചിന്യരൂപ കലികന്മഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത. അല്ലേ? അഗ്രഗണ്യ അചിന്യരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത. അഗ്രഗണ്യ. അഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം, അതായത് മുൻപ്, പിന്നെ ഒന്നാമതായിട്ടുള്ളത് എന്നൊക്കെ. മുൻവശം അഗ്രം ആണ്. അതുപോലെ അറ്റം, ഏറ്റവും അറ്റം, അത് അഗ്രമാണ്. ഒന്നാമതായിട്ട് അഗ്രഗണ്യ, ഒന്നാമതായി ഗണിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യമായി ഗണിക്കപ്പെടേണ്ടവളാണ് ദേവി. അപ്പോൾ എല്ലാത്തിനും വെച്ച് മുൻപേ ഗണിക്കപ്പെടേണ്ടവൾ എന്നർത്ഥം. ഇനി ഗണങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് ദേവിയുടെ ഭൂതഗണങ്ങൾ മുഴുവനും. അപ്പോൾ അവർക്കെല്ലാം അഗ്രയായിരിക്കുന്നവൾ
ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം. എല്ലാ കൂട്ടത്തിനും അഗ്രയായിരിക്കുന്നവൾ, എല്ലാ കൂട്ടത്തിൻ്റെയും മുൻപിൽ ആയിരിക്കുന്നവൾ, അല്ലെങ്കിൽ അതിനെല്ലാത്തിനും മുൻപിൽ ഗണിക്കപ്പെടേണ്ടവൾ, ഭൂതഗണങ്ങളുടെ എല്ലാം നായികയായിരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥങ്ങൾ, കുറേ അർത്ഥം. അപ്പോൾ അഗ്രഗണ്യ, ശരിക്കുള്ള ഇത് ഏറ്റവും എല്ലാത്തിനും വെച്ച് മുൻപേ ഗണിക്കപ്പെടേണ്ടവൾ എന്നതാണ് ശരിക്കുള്ള അർത്ഥം. അചിന്ത്യരൂപ, ദേവിയുടെ രൂപത്തെ ചിന്തനം ചെയ്യാൻ പോലും പറ്റില്ല, അചിന്ത്യമാണ്, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തോടുകൂടിയവളാണ് ദേവി. അതായത് ദേവിയുടെ യഥാർത്ഥ സ്വരൂപം നമുക്കാർക്കും അറിഞ്ഞുകൂടാ, ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നർത്ഥം. യഥാർത്ഥ സ്വരൂപം ആർക്കും അറിയില്ല. അപ്പോൾ ദേവിയുടെ അവതാരങ്ങളെയൊക്കെയാണ് നമ്മൾ സരസ്വതിയായിട്ടും മഹാകാളിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും ഒക്കെ നമ്മൾ പൂജിക്കുന്നത്. നമുക്ക് അതൊക്കെ അവതാരങ്ങളാണ് ദേവിയുടെ. അപ്പോൾ നമ്മൾക്ക് ദേവിയുടെ ശരിക്കുള്ള സ്വരൂപം ചിന്തിക്കാൻ പോലും പറ്റില്ല, നമുക്കറിയില്ല. അപ്പോൾ ഏത് രൂപത്തെയാണോ നമ്മൾ ചിന്തിക്കുന്നത്, ആ രൂപം നമ്മൾക്ക് പ്രത്യക്ഷപ്പെടും. അപ്പം ദേവിയെ ഭജിക്കുമ്പം, നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുമ്പം നമ്മളുടെ മനസ്സിൽ ഏത് രൂപമാണോ ആ രൂപത്തെ മനസ്സിൽ നിർത്തി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് ആ രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെടും. അല്ലാതെ ദേവിക്ക് ഇന്ന രൂപം എന്നൊന്നുമില്ല. അതുപോലെ നമ്മളെ സഹായിക്കാൻ വരുന്ന ആൾക്കാർ ദേവിയായിട്ടൊന്നും അല്ല വരിക, ആരുടെയെങ്കിലും ഇതിലാണ് ദേവി വരുന്നത്. ആരായിട്ട് വന്നാലും നമ്മളുടെ കഷ്ടകാലത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ നമ്മളെ ദേവി സഹായിക്കുന്നു. അപ്പം അചിന്ത്യ രൂപയാണ് ദേവി. അടുത്ത നാമം കലികന്മഷനാശിനി. കൽമഷം എന്ന് പറഞ്ഞാൽ ദുഃഖം. അപ്പം ദുഃഖം, കലികാലത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളെ കലികൽമഷം എന്ന് പറയുന്നു. അതിനെയൊക്കെ നശിപ്പിക്കുന്നവൾ. അപ്പം കലിയുഗത്തിലെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവൾ കലികൽമഷനാശിനി. ഇപ്പം കാലം തന്നെ ദേവിയുടെ വിഭൂതിയാണ്. കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ യുഗം, ത്രേതായുഗം, സത്യയുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളിൽ 4ാമത്തേതാണ് കലിയുഗം. കലിയുഗത്തിലാണ് ധർമ്മങ്ങളൊക്കെ നശിക്കുന്നു. അപ്പം കലിയുഗത്തിൽ ദേവിയെ ആരാധിച്ചാൽ മാത്രമേ ആ കലികാലത്തെ മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പം കലികൽമഷനാശിനി, ഇപ്പോഴത്തെ ധർമ്മത്തിന് ഇപ്പം കലികാലത്തിൽ ധർമ്മത്തിന് 3 കാലേ ഉള്ളൂ, 1 കാല് ഒടിച്ചു കളഞ്ഞു. അപ്പോൾ 1 കാലില്ല. അപ്പോൾ ധർമ്മത്തിനെ 4 കാലുള്ള കാളയായിട്ടായിരുന്നു ധർമ്മം. അതിൽ 3 കാലേ ഇപ്പോൾ ഉള്ളൂ, 1 കാല് പോയി. അപ്പോൾ എല്ലാ പാപത്തിൻ്റെയും പ്രായശ്ചിത്തം അല്ലെങ്കിൽ ദേവീ സ്മരണയാണ് എന്ന് ഇവിടെ ഇതെന്ന്. കലികൽമഷനാശിനി, കലികാലത്തിലെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവൾ. അടുത്ത നാമം കാത്യായനി. കാത്യായനൻ എന്ന മഹർഷി, അല്ലെങ്കിൽ കഥൻ എന്ന മഹർഷിയുടെ മകളായതുകൊണ്ട് കാത്യായനി, കഥൻ്റെ പുത്രിയായതുകൊണ്ട് കാത്യായനി. ഇനി കാത്യായനി എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഗോപികമാർ ശ്രീകൃഷ്ണനെ ഭഗവാനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി ഒരു കാത്യായനി വ്രതം നോറ്റു, ഭഗവാനെ ഭർത്താവായി കിട്ടാൻ. ആ വ്രതവും അതും എല്ലാ ദേവന്മാർക്കും നാഥയായ മഹിഷാസുരമർദ്ദിനിയായ ദേവി, ആ ദേവിയെ കാത്യായനി എന്ന് പറയുന്നു. അപ്പോൾ ആ ദേവിയെയാണ് അവർ പൂജിച്ചത്. എന്നിട്ട് കാത്യായനി വ്രതം നോറ്റ് അവർ ഭഗവാനെ ഭർത്താവായി നേടി. അപ്പോൾ കാർത്യായനി എന്ന് പറയും. നമ്മൾ മലയാളികൾ കാർത്യായനി എന്ന് പറയും, അത് തെറ്റാണ്. കാർത്യായനി അല്ല, കാത്യായനി, കഥൻ്റെ പുത്രി അല്ലെങ്കിൽ കാത്യായന മഹർഷൻ്റെ പുത്രി. അടുത്ത നാമം കാലഹന്ത്രി. അടുത്ത നാമം കാലഹന്ത്രി, ക്ഷമിക്കണം, കാലഹന്ത്രി. കാലഹന്ത എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. കാലനെ ഹനിച്ചവൻ, കാലൻ എന്ന് പറഞ്ഞാൽ ശിവൻ.
കാലനെ ഹനിച്ചവൻ ശിവനാണ്. അപ്പം ശിവൻ്റെ പത്നി ആയതുകൊണ്ട് കാലഹന്ത്രി. കാലഹന്ത അത് ശിവനാണ്. അപ്പം ശിവൻ്റെ പത്നി ആയതുകൊണ്ട് കാലഹന്ത്രി, കാലത്തെ ഹനിച്ചവൾ എന്നുമുണ്ട്. അപ്പം ശിവ എന്നുള്ളത് പുല്ലിംഗം, ശിവാന്ന് സ്ത്രീലിംഗം, ശിവ. അതുപോലെ രുദ്രൻ പുല്ലിംഗം, രുദ്രാണി സ്ത്രീലിംഗം. അതുപോലെ ഭവൻ മഹാദേവനാണ്, ഭവൻ പുല്ലിംഗം, ഭവാനി സ്ത്രീലിംഗം എന്ന് പറയുന്ന പോലെ ദേവിയും സ്വയം കാലനെ ഹനിക്കുന്നവളാണ്. അപ്പം ദേവിയെ ഭജിച്ചാൽ കാലഭയം ഇല്ലാതാകും. എല്ലാ തരത്തിലും ദേവി കാലഹന്ത്രിയാണ്. ഹന്ത്രി സ്ത്രീലിംഗം, ഹന്ത എന്നുള്ളത് പുല്ലിംഗം. അപ്പം കാലഹന്ത്രി. അടുത്ത നാമം കമലാക്ഷ നിഷേവിത. കമലാക്ഷൻ, അക്ഷം കണ്ണ്, കമലം താമര. അപ്പം താമരക്കണ്ണൻ. കമലാക്ഷനാൽ നിഷേവിത നിതരാം സേവിത. നിതരാം എന്ന് പറഞ്ഞാൽ എപ്പോഴും, അല്ലെങ്കിൽ നന്നായി എന്നൊക്കെ അർത്ഥം. അപ്പം മഹാവിഷ്ണുവിനാൽ നന്നായി സേവിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ കമലാക്ഷ നിഷേവിത എന്ന ദേവിക്ക് പേര്. അപ്പം ദേവിയുടെ ഉപാസനയിൽ അഗ്രഗണ്യനാണ് ഭഗവാൻ, അല്ലേ? ഭഗവാന്റെ കൂടെ തന്നെ ദേവിയുണ്ട്. അപ്പം ഇന്ദ്രനീല കല്ലിൽ ദേവിയുടെ രൂപമുണ്ടാക്കി ദേവിയെ പൂജിച്ചത് കൊണ്ടാണ് മഹാവിഷ്ണുവിന് വിഷ്ണു പദവി ലഭിച്ചത്, സ്ഥിതി എന്ന കർമ്മം ചെയ്യാൻ പ്രാപ്തിയുണ്ടായത്, അതിന് ദേവിയുടെ അനുഗ്രഹം ലഭിച്ചത് എന്ന് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് മോഹിനീ രൂപം ധരിച്ച് മഹാദേവനെ പോലും മോഹിപ്പിച്ചത് മഹാവിഷ്ണു. അപ്പം സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് 5-ാമത്തെ ശ്ലോകത്തിൽ, ഹരി അമ്മയെ ആരാധിച്ചിട്ട് സ്ത്രീയായി ഭവിച്ചു, എന്നിട്ട് ക്ഷോഭമുണ്ടാക്കി എന്നൊക്കെ. അപ്പം ശ്രേഷ്ഠ പദവിയായ വിഷ്ണു എന്ന പേര് സ്ഥിതിയെ ചെയ്യാനായി പ്രാപ്തിയുണ്ടാക്കിയത് മഹാവിഷ്ണുവിനെ ദേവി തന്നെയാണ്. അതുകൊണ്ട് ഈ കമലാക്ഷ നിഷേവിത എന്ന് ദേവിക്ക് പേര്. ഇനി അടുത്ത നാമം, അടുത്ത ഇതിൽ ആദ്യം മുതൽ അഗ്രഗണ്യ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഇട്ടുള്ളവൾ, അല്ലെങ്കിൽ ഗണങ്ങൾക്കെല്ലാം അഗ്രയായിരിക്കുന്നവൾ, അചിന്ത്യരൂപ, ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തോടു കൂടിയവൾ, കലികന്മക്ഷനാശിനി, കലികാലത്തെ ദോഷങ്ങളെല്ലാം നശിപ്പിക്കുന്നവൾ, കാത്യായനി, കഥൻ്റെ പുത്രിയായതിനാൽ, കാലഹന്ത്രി, കാലത്തിനെ ഹനിച്ചവൾ, കാലനെ ഹനിച്ചവൾ, കമലാക്ഷ നിഷേവിത, മഹാവിഷ്ണുവിനാൽ നിതരാം സേവിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിനാൽ നന്നായി സേവിക്കപ്പെടുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പം ഈ ശ്ലോകം അഗ്രഗണ്യാചിന്ത്യരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത. അടുത്ത ശ്ലോകം താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി. താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി. താംബൂലപൂരിതമുഖി. ഈ ശ്ലോകത്തിൽ 7 നാമങ്ങളുണ്ട്. താംബൂലപൂരിതമുഖി, ദാഡിമീ കുസുമപ്രഭ, മൃഗാക്ഷി, മോഹിനി, മുഖ്യ, മൃഡാനി, മിത്രരൂപിണി. 7 നാമങ്ങൾ. ആദ്യത്തെ നാമം താംബൂലപൂരിതമുഖി. താംബൂലം എന്ന് പറഞ്ഞാൽ വെറ്റില, താംബൂലം. അതുപോലെ നമ്മൾ വേറൊരു നാമം നേരത്തെ പഠിച്ചിട്ടുണ്ട്, 26-ാമത്തെ നാമം കർപ്പൂരവീടികാമോദം. വീടിക എന്ന് പറഞ്ഞാലും വെറ്റിലയാണ്. അപ്പം അതിൻ്റെ കൂടെ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർത്ത് ചവയ്ക്കുന്നതിനെയാണ് താംബൂലം തിന്നുക എന്ന് പറയുന്നത്.
അപ്പം വെറ്റില അതിൻ്റെ ചേർക്കേണ്ട കൂട്ടുകളൊക്കെ കൂട്ടി ചവച്ച് അതിൻ്റെ ആ സുഗന്ധം ദേവിയുടെ വായിൽ നിന്ന് വരും. അതായത് പൂർണ്ണം എന്ന് പറഞ്ഞാൽ, പൂരിതം എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്നത്, നിറഞ്ഞത്, പൂർണ്ണം. മുഖി എന്ന് പറഞ്ഞാൽ വായ. ഈ ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നും ദ്വാരം എന്നും ഒക്കെ അർത്ഥമുണ്ട്. അങ്ങനെ ആകുമ്പം മുഖം എന്ന് പറഞ്ഞാലോ ആ ഖംന ദ്വാരത്തിനെ ആണ് മുഖം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുഖം എന്ന് പറയുമ്പോൾ കണ്ണും മൂക്കും വായു എല്ലാം അടങ്ങിയതിനെയാണ് മുഖം എന്ന് പറയുന്നത്. മുഖം എന്ന് പറഞ്ഞാൽ മൗത്ത്, വായ എന്നും അർത്ഥമുണ്ട്. അപ്പം ഏറ്റവും പ്രധാനമായ ദ്വാരമാണ് ശരീരത്തിൽ വായെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട എല്ലാത്തിനും പ്രവേശിക്കാനുള്ള കവാടം, അതാണ് വായ, മുഖ്യ ഗേറ്റ്. ഇനി വെറ്റിലെ അതിൻ്റെ ചേർക്കേണ്ട എല്ലാ കൂട്ടുകളോടും കൂടി ചവയ്ക്കുന്നതിനെ താമ്പൂലം എന്ന് പറയുന്നു. ദേവിക്ക് താമ്പൂലം പ്രധാനമാണ്. നമ്മളേത് പൂജ ചെയ്യുമ്പോഴും നൈവേദ്യം കഴിഞ്ഞതിന് ശേഷം താമ്പൂലം നേദിക്കും. അതായത് ആഹാരം കഴിഞ്ഞ് വെറ്റില മുറുക്കുന്ന ചുരുക്കം. അതുകൊണ്ടാണ് ദേവി പൂജകൾക്ക് താമ്പൂലം പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ദേവി പൂജ നടത്തുമ്പോൾ വെറ്റില പാക്ക് കൊടുക്കും എല്ലാവർക്കും. ആദ്യം വെറ്റിലയും പാക്കും ഒരു നാണയവും കൂടി ദക്ഷിണയായിട്ട് കൊടുക്കുക. വെറ്റില പാക്ക് കൊടുക്കുന്നത് പ്രധാന ചടങ്ങാണ്. മഹാരാഷ്ട്രയിലൊക്കെ ഹൽദി കുങ്കും ചെയ്യും. അവർ വെറ്റിലയും പാക്കും അങ്ങനെ കൊടുക്കില്ല. ഹൽദി കുങ്കും, പൂവും ഹൽദിയും കുങ്കുമവും ഒക്കെ കൊടുക്കും മംഗല്യമുള്ള സ്ത്രീകൾക്ക്. അപ്പോൾ ഇവിടെ ദേവിക്ക് ഏത് പൂജയ്ക്കും പ്രധാനമാണ് താമ്പൂലം നീതിക്കുക. അപ്പോൾ അത് ചവച്ചിട്ട് ദേവിയുടെ വായ പരിപൂർണമായിട്ട് നല്ല സുഗന്ധമുള്ള വായായിട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പം ഈ പഴയ കാലത്ത് കണ്ടിട്ടുണ്ട്, നല്ല അറിവുള്ള പണ്ഡിതന്മാർ എപ്പോഴും മുറുക്കിക്കൊണ്ടിരിക്കും. ആ മുറുക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് വാക്സാമർഥ്യം ഉണ്ടാകുന്നു. അതുപോലെ ദേവിയുടെ അനുഗ്രഹം അവർക്കുണ്ട്. അവർ ഒരു കാലത്തും ഒരിടത്തും തോറ്റുപോവില്ല. വാക്സാമർഥ്യത്തിൽ നല്ല വാക്സിദ്ധി കിട്ടും. മുറുക്കാൻ എന്ന് പറയും നമ്മൾ. അതാണ് താമ്പൂല പൂരിതമുഖി. വെറ്റില ചവയ്ക്കുന്നതിനെ ആണ് താമ്പൂല. അത് ചവച്ച് അതിൻ്റെ കൂടെ പല സുഗന്ധദ്രവ്യങ്ങളും കൂട്ടും, എന്നിട്ടാണ് അത് ചവയ്ക്കുന്നത്. അപ്പം നല്ല സുഗന്ധമാണ്. അതാണ് താമ്പൂല പൂരിതമുഖി. അടുത്ത നാമം ദാഡിമീ കുസുമപ്രഭ. ദാഡിം എന്ന് പറഞ്ഞാൽ മാതളം, മാതളക്കായയാണ് ദാഡിം എന്ന് പറയുന്നത്. ദാഡിം എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. അത് മാതളപ്പൂവ് എന്നാണ് അതിൻ്റെ അർത്ഥം. കുസുമം എന്ന് പറഞ്ഞാൽ പൂവാണ്, ദാഡിം എന്ന് പറഞ്ഞാൽ മാതളം. അതായത് ഇംഗ്ലീഷിൽ പോമോഗ്രാനറ്റ്. അതിൻ്റെ പൂവിൻ്റെ പ്രഭയോടുകൂടിയവൾ, മാതളപ്പൂവിൻ്റെ പ്രഭയോടുകൂടിയവൾ എന്ന് പറയും. ഇനി മാതളക്കായെ ബീജാപൂരം എന്ന് പറയും. കാരണം അത് പൊട്ടിച്ചാൽ അതിനകത്ത് മുഴുവൻ ബീജുക്കളാണ്, വിത്തുകളാണ്. അതുകൊണ്ട് അപ്പം മാതളപ്പൂ പോലെ ചുവന്ന നിറത്തോടു കൂടിയവൾ. അടുത്ത നാമം മൃഗാക്ഷി. അക്ഷം കണ്ണാണ്, മൃഗം മാനാണ്. അപ്പം മാനിൻ്റെ കണ്ണുപോലെയുള്ള കണ്ണുകളോട് കൂടിയവൾ. അതായത് മാനിൻ്റെ കണ്ണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. കാരണം എവിടുന്നാണ് അപകടം വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണ് ദേവി. ലോകത്തെ മുഴുവൻ കാണാനായി ദേവിയുടെ കണ്ണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലായിടത്തേക്കും, എല്ലാം ലോകത്തെ മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് മൃഗാക്ഷി. മോഹിനി, മോഹിപ്പിക്കുന്നവൾ. ദേവിയുടെ അനുഗ്രഹത്താൽ മഹാവിഷ്ണു മോഹിനിയായി രൂപം ധരിച്ച് ശിവനെ പോലും മോഹിപ്പിച്ചിട്ടുണ്ട്. കഥയല്ല, ഉണ്ടായതാണ്. അപ്പം മോഹിനി എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നവൾ. അടുത്ത നാമം മുഖ്യ. മുഖ്യ എന്ന് പറഞ്ഞാൽ പ്രധാനി, ഏറ്റവും പ്രധാനിയായിരിക്കുന്നവൾ, ആദ്യമായിട്ടുണ്ടായവൾ എന്നൊക്കെ അർത്ഥം മുഖ്യ. അടുത്ത നാമം മൃഡാനി. മൃഡൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ. മൃഡൻ എന്ന് പറഞ്ഞാൽ മഹാദേവനാണ്. മൃഡൻ എന്ന് പറഞ്ഞാൽ സുഖം എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ സുഖം നൽകുന്നവൻ, സുഖിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആ മൃഡൻ്റെ പത്നി ആയതുകൊണ്ട് മൃഡാനി.
സുഖദാതാവ്, സുഖിപ്പിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. മൃഡാനി, അടുത്ത നാമം മിത്രരൂപിണി. മിത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യനും ബന്ധു എന്നും അർത്ഥമുണ്ട്. അപ്പം ദേവി സൂര്യസ്വരൂപിണിയാണ്, ബന്ധുരൂപിണിയുമാണ്. അതുകൊണ്ട് പ്രത്യക്ഷ രൂപമാണത് സൂര്യൻ്റെ. അപ്പം സൂര്യൻ പ്രത്യക്ഷ രൂപമാണ്. ഇവിടെ മിത്രരൂപിണി എന്ന് പറഞ്ഞാൽ ദേവി സൂര്യൻ്റെ സ്വരൂപത്തോടു കൂടിയവളാണ്, അതേപോലെ ബന്ധുരൂപിണിയുമാണ്. അപ്പം മിത്രരൂപിണി. അപ്പം ഈ ശ്ലോകത്തിൽ താമ്പൂലപൂരിതമുഖി, വെറ്റില ചവയ്ക്കുന്നതിൻ്റെ പൂർണ്ണമായ ആ വായോടുകൂടിയവൾ, ദാടമീ കുസുമപ്രഭ, മാതളപ്പൂവിൻ്റെ പ്രഭയോടുകൂടിയവൾ, മൃഗാക്ഷി, മാനിൻ്റെ കണ്ണുപോലെയുള്ള കണ്ണുകളോടുകൂടിയവൾ, മോഹിനി, മോഹിപ്പിക്കുന്നവൾ, മുഖ്യ, ഏറ്റവും പ്രധാനിയായിട്ടുള്ളവൾ, മൃഡാനി, മൃഡൻ എന്ന മഹാദേവൻ്റെ പത്നിയായതുകൊണ്ട് മൃഡാനി, സുഖദാതാവെന്ന് അർത്ഥം. മിത്രരൂപിണി, മിത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യനും ബന്ധു എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ദേവി സൂര്യരൂപിണിയും ബന്ധുരൂപിണിയുമായതുകൊണ്ട് ദേവിക്ക് മിത്രരൂപിണി എന്ന് പേര്. അപ്പോൾ ഈ ശ്ലോകം താമ്പൂലപൂരിതമുഖി, ദാഡിമീ കുസുമപ്രഭ, മൃഗാക്ഷി, മോഹിനി, മുഖ്യ, മൃഡാനി, മിത്രരൂപിണി. അടുത്ത ശ്ലോകം നിത്യതൃപ്ത ഭക്തനിധി, നിയന്ത്രി നിഖിലേശ്വരി, മൈത്ര്യാദിവാസനാലഭ്യ, മഹാപ്രളയസാക്ഷിണി. നിത്യതൃപ്ത, 6 നാമങ്ങളുണ്ട്. നിത്യതൃപ്ത, ഭക്തനിധി, നിയന്ത്രി, നിഖിലേശ്വരി, മൈത്ര്യാദിവാസനാലഭ്യ, മഹാപ്രളയസാക്ഷിണി. ഓരോ നാമം എടുക്കാം. നിത്യതൃപ്ത, നിത്യവും തൃപ്തയായിരിക്കുന്നവൾ. ദേവി സ്വയമേ നിത്യയാണ്, അതുകൊണ്ട് തന്നെ തൃപ്തയുമാണ്. അപ്പം എപ്പോഴും തൃപ്തയായിരിക്കുന്നവൾ, ബ്രഹ്മസ്വരൂപിണി എന്നൊക്കെയാണ് അർത്ഥം. അപ്പം നമ്മൾക്ക് ബ്രഹ്മസ്വരൂപമാണ് നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ദേവി എന്നുള്ള അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ തൃപ്തരാകാൻ നമുക്കൊക്കെ സാധിക്കുള്ളൂ. ഈ തത്വം അറിയണം. അപ്പം മഹാത്മാക്കളൊക്കെ ഈ തത്വം അറിഞ്ഞതുകൊണ്ട് അവരൊക്കെ തൃപ്തരാണ്. അപ്പോൾ ദേവിയുടെ കാര്യം പറയണോ? ദേവി പൂർണ്ണയാണ്, തൃപ്തയുമാണ്, നിത്യതൃപ്ത എന്ന ദേവിക്ക് പേര്. അടുത്ത നാമം ഭക്തനിധി, ഭക്തന്മാർക്ക് നിധിയാണ് ദേവി. നിധി എന്നിവിടെ ട്രഷറി എന്നൊരർത്ഥമുണ്ട്, അതായത് നിധിയായിരിക്കാം. പിന്നെ ഉറച്ചതെന്നും അർത്ഥമുണ്ട്. അപ്പം ഭക്തന്മാർക്ക് നിധിയായിരിക്കുന്നവളെന്നും ഭക്തന്മാർക്കെല്ലാം കൊടുക്കുന്നവളെന്നും മനസ്സുറച്ച അവസ്ഥയ്ക്ക് നിധിധ്യാസനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉറച്ച അവസ്ഥ എന്നും അർത്ഥം. അപ്പോൾ ഭക്തനിധി, ഭക്തന്മാർക്ക് നിധിയായിരിക്കുന്നവൾ. അടുത്ത നാമം നിയന്ത്രി, നിയന്ത്രിക്കുന്നവൾ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൾ. ജഗത്ത് മുഴുവൻ ദേവിയുടെ അധീനതയിലാണ്, അതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ദേവിയാണ്. നിയന്താവ് ദേവിയാണ്, അതുകൊണ്ട് നിയന്ത്രി. അടുത്തത് നിഖിലേശ്വരി, നിഖിലം എന്ന് പറയാൻ എല്ലാം. അപ്പം എല്ലാത്തിൻ്റെയും ഈശ്വരിയാണ് ദേവി. ഈശിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, നിയന്താവ്. ഈശിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, ഈശ്വരൻ ഈശിക്കുന്നതിൽ വരൻ, അതുപോലെ ഈശ്വരി ഈശിക്കുന്നതിൽ ശ്രേഷ്ഠ. അപ്പം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതിൽ ശ്രേഷ്ഠയായവളെന്നും സർവത്തിനും ഈശ്വരിയായിരിക്കുന്നവളെന്നും. എങ്ങനെയാണോ കാളകളെ മൂക്ക് കയറിയിട്ട് നിയന്ത്രിക്കുന്നത്, അതുപോലെ ദേവി നമ്മളെയൊക്കെ ഓരോ മൂക്ക് കയറിയിട്ട് നമ്മളെയെല്ലാം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ ധർമ്മ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദേവി എല്ലാത്തിനെയും നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും നിയന്താവ് അല്ലെങ്കിൽ ഈശ്വരി ദേവിയാണ്, അതുകൊണ്ട് നിഖിലേശ്വരി. ഇനി അടുത്ത നാമം മൈത്ര്യാദിവാസനാലഭ്യ, മൈത്രി തുടങ്ങിയ വാസനകളാൽ ലഭിക്കുന്നവൾ എന്ന് പറഞ്ഞാലോ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ, ഇങ്ങനെ 4 വാസനകളുണ്ട്. അപ്പോൾ ആ വാസനകളിലെല്ലാം ലഭിക്കുന്നവളാണ് ദേവി. അപ്പം മനസ്സ് നിർമ്മലമായിരിക്കണം എന്നർത്ഥം. മനസ്സിനാവശ്യമായ ഗുണങ്ങൾ, പോസിറ്റീവ് എനർജി എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പം
സിമ്പതി അത് കരുണയാണ്. മുദിത എന്ന് പറഞ്ഞാൽ സന്തോഷം. ഉപേക്ഷ എന്ന് പറഞ്ഞാലോ പാപമൊക്കെ ഇതായിട്ട് ഉപേക്ഷിക്കുക, ചെയ്യുന്നതിനെ, പാപകർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക. അപ്പം ഇതെല്ലാ ഗുണങ്ങളും ദേവിക്കുണ്ട് അല്ലേ. അപ്പം മൈത്രാദിവാസന ലഭ്യ, മൈത്രി തുടങ്ങിയ വാസനകളാൽ ലഭിക്കുന്നവൾ, മനസ്സിനാവശ്യമായ ഗുണങ്ങൾ സമൃദ്ധിയാകുമ്പോൾ ദേവിയെ അറിയാൻ കഴിയുന്നു എന്നർത്ഥം. മനസ്സ് നിർമ്മലമായാൽ ദേവിയെ ലഭിക്കുന്നു. അപ്പം മൈത്രി ആദിവാസന ലഭ്യ. അടുത്ത നാമം മഹാപ്രളയ സാക്ഷിണി. സാക്ഷിണി എന്ന സ്ത്രീലിംഗം, സാക്ഷി എന്ന് പുല്ലിംഗം, സാക്ഷിൻ എന്ന് ബഹുവചനം. അപ്പം ഇവിടെ മഹാപ്രളയത്തിന് സാക്ഷിണിയായിരിക്കുന്നവൾ. മഹാപ്രളയം, നൈമിത്തിക പ്രളയത്തിലും എല്ലാവരും ലയിക്കുന്നു. പ്രാകൃതിക പ്രളയം അഥവാ മഹാപ്രളയത്തിൽ സദാശിവനും ദേവിയുടെ കൂടെ തന്നെ നൃത്തം ചെയ്യുന്നു. അതായത് ദേവിയും ദേവനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം സൗന്ദര്യലഹരിയിൽ 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വിരിഞ്ചൻ, വിഷ്ണു, യമൻ, കുബേരൻ തുടങ്ങിയ മഹേന്ദ്രൻ തുടങ്ങിയ എല്ലാ സമൂഹങ്ങളും ഈ മഹാപ്രളയത്തെ നശിക്കുന്നു. അപ്പോഴും മഹാദേവനും ദേവിയും മാത്രം രണ്ടുപേരും കൂടി നൃത്തം ചെയ്യുന്നു. ദേവിയുടെ സൗമംഗല്യം കൊണ്ട് മഹാദേവനും ജീവിച്ചിരിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം പ്രളയത്തിൽ നശിക്കുന്നു. അപ്പം നിത്യമുള്ള പ്രളയം, നിത്യപ്രളയം, നൈമിത്തിക പ്രളയം. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ഒരു കൽപ്പം എന്ന് പറയുന്ന 1000 ചതുർയുഗം. അപ്പോൾ 2000 ചതുർയുഗം ഒരു രാവും ഒരു പകലും. അപ്പം ഒരു പകലെന്ന് പറയുന്ന 1000 ചതുർയുഗം, രാത്രിയും അത്രയും തന്നെ 1000 ചതുർയുഗം. അപ്പോൾ 2000 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകലും ഒരു രാത്രിയും. അതിനെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. അപ്പോൾ ഒരിക്കലും നാശമില്ലാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് മഹാപ്രളയ സാക്ഷിണി ദേവി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് സാക്ഷി വഹിച്ചു ദേവി. അപ്പോൾ ഒരിക്കലും നാശമില്ലാത്തവൾ. സത്ത് ആയ ശിവനും ചിത്തായ ശക്തിയും ഒന്നിച്ചിരിക്കുന്നു. ശിവശക്തിയായുക്തോ യതി ഭവതി ശ്ലോകം മറന്നു. അപ്പം മഹാപ്രളയ സാക്ഷിണിയാണ് ദേവി. എല്ലാ മഹാപ്രളയത്തിന് സാക്ഷിണിയായിരിക്കുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്നവൾ ദേവി. അപ്പം ഈ ശ്ലോകത്തിൽ നിത്യതൃപ്ത, നിത്യവും തൃപ്തയായിരിക്കുന്നവൾ, ഭക്തനിധി, ഭക്തന്മാർക്ക് നിധിയായിരിക്കുന്നവൾ, നിയന്ത്രി, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൾ, നിഖിലേശ്വരി, എല്ലാത്തിൻ്റെയും ഈശ്വരിയായിരിക്കുന്നവൾ, മൈത്രാദിവാസന ലഭ്യ, മൈത്രി തുടങ്ങിയ വാസനകളാൽ ലഭിക്കുന്നവൾ, മഹാപ്രളയ സാക്ഷിണി, പ്രളയത്തിന് സാക്ഷിണിയായിരിക്കുന്നവൾ, മഹാപ്രളയത്തിന് സാക്ഷിണിയായിരിക്കുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം നിത്യതൃപ്ത ഭക്തനിധി നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി. ഇനി മുഴുവനും ശ്ലോകം ഒന്നും കൂടി ആദ്യം മുതൽ 111 മുതൽ 115 വരെ ചൊല്ലിത്തരാം. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമചാർച്ചിത ബന്ധമോചനി ബർബരാളക വിമർശരൂപിണി വിദ്യ വിയദാദിജഗൽ പ്രസൂഹു ബഹുവചനാണ്. ജഗത്തിനെ മുഴുവൻ പ്രസവിക്കുന്നവൾ. പിന്നെ പ്രസൂഹു എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗവും കൂടിയാണ്. അപ്പം സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യാചിന്യരൂപ കലികന്മഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധി നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി. ഓം ശ്രീ ലളിതാംബികായാർപ്പണമസ്തു. അമ്മേ നാരായണ. അപരാധ സഹസ്രാണി ക്രിയന്തേ കർണിശമ്മയ ദാസോ